Good evening, everybody. Welcome to the 32nd episode of the Musings Kerala State Chapter. We have a very illustrious guest for us. I leave it to Dr. Srijayan, Chairman, ASA Kerala Chapter, for the introduction. Dr. Srijayan, please. Muted. You're muted. Srijayan, you're muted. Yeah. താങ്ക് യു സന്തോഷ് സർ. ഇന്ന് ഈ പരിപാടിയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് മുരുകൻ സാർ, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോൾ വളരെ കാലമായിട്ട് സാറിൻ്റെ കവിതകൾ കേൾക്കുന്നതാണെങ്കിലും എനിക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം അങ്ങനെ സാറിൻ്റെ ഓഫീസിൽ പോയി ഞാൻ കണ്ടു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, അതിൽ സർജൻസിനോട് ഒരു ദിവസം സംസാരിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. അപ്പം തീർച്ചയായും ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം നമുക്ക് ഇന്ന് അതിനുള്ളൊരു സമയം കണ്ടെത്തിയതിന് സാറിനോട് ആദ്യമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ സാധാരണയായിട്ട് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർ ഷഫീഖ് സംസാരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒഫീഷ്യലായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നടത്താം. ഷഫീഖ്, പ്ലീസ്. Thank you, sir. Good evening, esteemed surgeons and distinguished guests. It is my profound honor to welcome you to a rather unique confluence of art and science in today's episode 32 of Surgical Music, brought to you by ASI Kerala Chapter. Tonight, we are graced by the presence of a revered Malayalam poet and lyricist whose words have touched the hearts of many laymen. As we delve into the delicate threads that bind poetry to surgery, our speaker will illuminate how the rhythm of verses and the precision of surgical notes are intertwined in the tapestry of healing. Through his poetic lens, we will attempt to explore the profound human experiences that shape both our professional as well as personal lives. So prepare to embark on a journey where the scalpel meets the stanza and where the art of healing is celebrated through the beauty of words. Without much ado, ഭംഗിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്ന് നമ്മളെ ഏവരെയും ഓർമ്മപ്പെടുത്തിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനും ആമുഖത്തിനുമായി നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഡോക്ടർ ശ്രീജയൻ സാറിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. താങ്ക് യു ഷഫീഖ്. മുരുകൻ കാട്ടാക്കട സാറ് നമുക്ക് കേരളത്തിലല്ല മലയാളികൾ അറിയാത്തവരാരും ഉണ്ടാവില്ല. കവിത ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും, അല്ലെങ്കിൽ ആ കവിതയുടെ ഭംഗിയും അതിൻ്റെ ആസ്വാദനവും എല്ലാം നമ്മൾ ഒറ്റയ്ക്കായിട്ടും കൂട്ടമായിട്ടും അത് ആസ്വദിക്കുന്നവരാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ കുച്ചിപ്പുറം എന്ന ഗ്രാമത്തിലാണ് ശ്രീ മുരുകൻ കാട്ടാക്കട ജനിച്ചത്. ദീർഘകാലം SMV ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരുന്നു. തുടർന്ന് SMV സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആര്യനാട് തുടങ്ങിയ സ്കൂളുകളിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു. കേരള ഗവൺമെന്റ് വിക്ടേഴ്സ് ചാനൽ മേധാവിയായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്നു. ദൂരദർശൻ ചാനലിൽ എല്ലാരും ചൊല്ലണേ എന്ന പരിപാടിയുടെ അവതാരകനായും കൈരളി ചാനൽ മാമ്പഴം കവിത റിയാലിറ്റി ഷോയുടെ വിധികർത്താവുമായിരുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാറിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാംലാൽ സാറിൻ്റെ കുറച്ച് വാക്കുകളും കടമെടുത്തിട്ടുണ്ട്. കവിതയുടെ ദൃശ്യ ശ്രാവ്യ സാധ്യതകളെ കണ്ടെത്തി 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മലയാളത്തിലെ മെഗാ പോയട്രി ഷോ അവതരിപ്പിച്ചു വരുന്നത് ശബ്ദമില്ലാത്തവന്റെ നാവാകാൻ, ഉറക്കമില്ലാത്തവന്റെ സ്വപ്നമാകാൻ, രാജ്യമില്ലാത്തവന്റെ ആകാശമാകാൻ, അവസാന വാക്കിൽ കവിത്വമാകുന്നവൻ കവി. കവിത വായിക്കുവാൻ മാത്രമല്ല, ചൊല്ലാനും കേൾക്കാനും കാണാനും അനുഭവിക്കാനും കൂടി ഉള്ളതാണെന്ന് തെളിയിക്കുന്ന കവി. മികച്ച അധ്യാപകൻ, സാഹിത്യകാരൻ, സാഹിത്യ പ്രചാരകൻ, സംഘാടകൻ എന്നീ നിലയിൽ പ്രശസ്തൻ. ഇപ്പോൾ തിരുവനന്തപുരത്ത് സാംസ്കാരിക വകുപ്പ് മലയാള മിഷൻ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. പുരസ്കാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം. മുല്ലനേഴി പുരസ്കാരം, കുവൈറ്റ് കലാ പുരസ്കാരം, വയലാർ സാംസ്കാരിക വേദി പുരസ്കാരം,
EV കൃഷ്ണപിള്ള പുരസ്കാരം, ഏഷ്യാനെറ്റ് ചലച്ചിത്ര ഗാന പുരസ്കാരം, സൂര്യ TV അവാർഡ്, ബ്രഹ്മാനന്ദൻ പുരസ്കാരം, JC പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കവിതയുടെ ജനകീയ പ്രചാരണത്തിന് നൽകിയ സംഭാവന മാനിച്ചുകൊണ്ട് UAE ഗവൺമെന്റ് മലയാള സാഹിത്യത്തിലെ ആദ്യ ഗോൾഡൻ വിസ ശ്രീ മുരുകൻ കാട്ടാക്കടയ്ക്കാണ് നൽകിയിരിക്കുന്നത്. യുവാക്കൾ ചൊല്ലി നടന്ന് നമ്മൾ മുരുകൻ സാർ എത്തുന്നതിന് മുന്നേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദിനുലാൽ ഒരു രേണുക പാടി തുടങ്ങി. അപ്പോൾ യുവാക്കൾ ചൊല്ലി നടന്ന് പ്രശസ്തമായ കന്നഡ, രേണുക എന്നീ കവിതകൾ മലയാളികൾ നെഞ്ചിലേറ്റി ലാളിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം ബാഗ്ദാദ്, മനുഷ്യനാകണം തുടങ്ങിയ അനേകം കവിതകൾ എന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പുലിമുരുകൻ ഉൾപ്പെടെ 19 സിനിമകളിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കേരളത്തിലെ സർജൻസിനോടൊപ്പം ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളെയും കവിത ഇഷ്ടപ്പെടുന്നവരെയും കൂടി ഇതിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഇവരെ സൂമിലും ഫേസ്ബുക്കിലും കേൾക്കുന്നുണ്ട്. അപ്പം നമ്മോടൊപ്പം അല്പനേരം മാറ്റിവെക്കാൻ സന്മനസ് കാണിച്ച ശ്രീ മുരുകൻ സാറിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കവിത ഇഷ്ടപ്പെടുന്ന പലരും ഇത് നന്നായി ആസ്വദിക്കും. അദ്ദേഹത്തിന് നേരിട്ട് കാണാനുള്ള ഒരു അവസരമായി കിട്ടിയതിൽ സന്തോഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. കേൾക്കാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കവിയിൽ നിന്നും. ശ്രീ മുരുകൻ കാട്ടാക്കട സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇപ്പോ ശ്രീജയൻ സാർ പറഞ്ഞതുപോലെ ഉള്ള ഒരു വലിപ്പമൊന്നും എനിക്കില്ല. ദയവായി ഞാൻ വളരെ ഇൻഫോർമലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്ന് കണ്ടു. എൻ്റെ ഓഫീസിലുള്ള മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ അദ്ദേഹത്തെ നേരത്തെ അറിയാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥ ദൈവങ്ങൾ, മനുഷ്യ ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ എന്ന് വിളിക്കാവുന്നത് അതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ദുർബലനാകുന്ന മനുഷ്യന്റെ ഏറ്റവും നിസ്വമാകുന്ന സാഹചര്യങ്ങളിൽ അവന്റെ മുന്നിലെ ഏറ്റവും വലിയ പ്രതീക്ഷകളായി മാറുന്ന വലിയ സാമൂഹികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന, അതിനുവേണ്ടി ഒരുപാട് ജീവിതത്തെ വേണ്ടെന്ന് വെക്കുന്ന, ജീവിതത്തിലെ സന്തോഷങ്ങളെ, പ്രതിബദ്ധതകളെ വേണ്ടെന്ന് വെക്കുന്ന ഒരു വലിയ വിഭാഗം സാംസ്കാരിക പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാർ. അപ്പം അവരുടെ മുന്നിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ തുച്ഛമായ കവിതകൾ എഴുതിയൊരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. ആ അർത്ഥത്തിലുള്ള ഹൈറ്റ്സെ എനിക്ക് ഉൾപ്പെടെ ലക്ഷ്മണൻ സാറ് കോഴിക്കോട്, അദ്ദേഹത്തിന്റെ അളിയൻ പിന്നെ ദിലീപ് എന്നെ നിരന്തരം ഇപ്പൊ വിളിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് എനിക്ക് വേറെ എൻ്റെ ഓഫീസിൽ ഒരു പിന്നെ ഇത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ലോകം മുഴുവനുള്ള കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള ഒരു സർക്കാർ സ്ഥാപനമാണ്. അപ്പൊ ആദ്യമായി 3-ാം തീയതി ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ പ്രാദേശിക മാതൃഭാഷ ലോകത്തെവിടെ സംസാരിക്കുന്ന ആളുകളെയും കണ്ടെത്തി 10 വർഷം കോഴ്സ് നൽകി അവരെ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ഇക്വാലൻസി പരീക്ഷ നടത്തുകയാണ്. അപ്പൊ ഇനി വിദേശ രാജ്യത്ത് ഞങ്ങളുടെ ഈ പരീക്ഷ പാസ്സായി വരുന്ന മക്കൾ എന്ന് പറയുന്നത് കേരളത്തിൽ പഠിച്ചവർക്ക് തുല്യരാണ്. അവർക്ക് കേരളത്തിലെ PSC പരീക്ഷ എഴുതാം, അവർക്ക് MBBS കഴിഞ്ഞാൽ ഇവിടുത്തെ ആശുപത്രികളിൽ ജോലി ചെയ്യാം. ഇപ്പൊ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് പറ്റില്ല. കാരണം 10-ാം ക്ലാസ് വരെ മലയാളം ഐച്ഛികമായി പഠിക്കാത്ത കുട്ടികൾക്ക് PSC പരീക്ഷ എഴുതാൻ കഴിയില്ല ഇപ്പോ. അപ്പോ അതിനുള്ള കേരളത്തില് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യ പരീക്ഷ നടക്കുകയാണ് 3-ാം തീയതി, ഈ ഞായറാഴ്ച. അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇത് നടക്കുകയായിരുന്നു സത്യത്തില്. അതുകൊണ്ടാണ് ഞാൻ ഒരു 15 മിനിറ്റ് വൈകിപ്പോയത്. എല്ലാവരും ക്ഷമിക്കണം. പല രീതിയിലുള്ള ആളുകളുണ്ട്. എല്ലാവരോടും എനിക്ക് സ്നേഹം, സന്തോഷം, എല്ലാവരെയും കാണാൻ കഴിയുന്നു. അപ്പോ ഡോക്ടർ B. ഇക്ബാൽ സാറിനെയും കണ്ടു ഞാൻ. അപ്പം അദ്ദേഹം ഇത്ര പിന്നെ കൃത്യമായും ഈ കൂട്ടായ്മയിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കാണാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യവും അനുഗ്രഹമായിട്ട് തോന്നുന്നു. തീർച്ചയായും ഞാന് ഒരുപാട് വർത്തമാനം പറയാൻ ആഗ്രഹിക്കാതെ ഇഷ്ടമുള്ള ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് താല്പര്യമുള്ള കവിത പറഞ്ഞാൽ അത് ചൊല്ലാം, അങ്ങനെ വർത്തമാനം ഒഴിവാക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, നേരത്തെ ഷെഫീഖ് സാർ സംസാരിച്ചവൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ രോഗത്തെ ചികിത്സിക്കുകയും അതിനെ ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ എഴുത്തുകാരും കവികളും സാഹിത്യകാരന്മാരും. പക്ഷെ ഞാൻ ആ ഗണത്തിലൊന്നും പെടുന്നില്ല. ഞാൻ ആകെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ
ചില രോഗങ്ങൾ വരുമ്പോൾ അതിന്റെ ചില കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങൾ കാണുമല്ലോ. ആ ലക്ഷണങ്ങളെ ഉറക്കെ വിളിച്ച് പറയുന്ന ആള് മാത്രമാണ് ഞാൻ. ആ ലക്ഷണങ്ങളെ കുറിച്ച് ഒരു ഉണർത്തുപാട്ട് പാടുക എന്ന മാത്രം ചെറിയ കടമ നിർവഹിക്കുന്ന ഒരു കവിയാണ് ഞാൻ. എന്നാൽ നമ്മുടെ കവികളിൽ പലരും അത് ആ ലക്ഷണങ്ങൾ കണ്ടെത്തി അതിനെ ചികിത്സിച്ച് പരിഹരിക്കാൻ ശേഷിയുള്ള മഹാകവികളും എഴുത്തുകാരും ഉള്ള ഒരു വലിയ ഭാഷയാണ് നമ്മുടെ അമ്മ ഭാഷയായ മലയാളം. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് ഇങ്ങനെ ഒരു ലക്ഷണം കാണുന്നുണ്ട്, കരുതിയിരിക്കണം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാ മദ്യക്കുപ്പികൾ കാണാം. പലിശ, പട്ടിണി, പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിൽ ഒരിലയിൽ ഒരല്പം ചോരയിൽ അപ്പോഴും ഈ ബ്ലേഡ് കമ്പനിക്കാരന്റെ ആവുന്ന കൂനനുറുമ്പ് ഇര തേടുന്നത് കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം എന്ന് ചില ലക്ഷണങ്ങളെ മാത്രം പറയുന്ന ഒരു സാധാരണ ഒരു എന്തു പറയാൻ ഒരു 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 എന്താ പറയാ ഒരു പക്ഷിയാണ് ഞാൻ. അപ്പോൾ അതിന് വലിയ ആർഭാടങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കവിത പറഞ്ഞാൽ ഞാൻ അത് ചൊല്ലാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് രേണുകയിൽ തന്നെ തുടങ്ങാം. രേണുക ഇപ്പൊ ഞാൻ എത്തുന്നതിന് മുമ്പ് ഒരാൾ ചൊല്ലി അല്ലേ, എന്നാലും ഞാൻ കുറച്ചുപേര് ചൊല്ലാൻ ശ്രമിക്കാം. രേണുക പ്രണയത്തെ കുറിച്ചുള്ള കവിതയാണ്. ഈ പ്രണയത്തെ നമ്മൾ പല രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലമാണ്. എന്തായാലും പ്രണയഭാവത്തെ കുറിച്ചുള്ള ആ കവിതയിൽ കുറച്ചുപേര് ഞാൻ ചൊല്ലാൻ ശ്രമിക്കാം. രേണുക. രേണുകേ നീ രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു. സോറി, ഡിസ്റ്റർബൻസ് വന്നാ. എവിടെ ഓഡിയോ പോയി വീഡിയോ പോയി. അപ്പൊ കിട്ടി, ഇപ്പൊ തിരിച്ചു വന്നു. രേണുക കുറച്ച് പേര് ചൊല്ലാം. സോറി. രേണുകേ നീ രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു. പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുക്കേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കുമറയുന്ന ഘനഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമക്ഷണഭംഗികൾ. പിരിയുന്നു രേണുകേ, പിരിയുന്നു രേണുകേ, നാം രണ്ടു പുഴകളായൊഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുത്തിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം. രാത്രിയായണ്ടേ എനിക്ക് കവിത ഇങ്ങനെ ഉറക്ക ചൊല്ലാൻ ഒരു ഹെസിറ്റേഷൻ. അപ്പുറമുള്ള ആളുകൾ ഇയാൾക്ക് വട്ടുപിടിച്ചെന്ന് തോന്നുന്നൊരു സംശയം. കുഴപ്പമില്ലല്ലേ, ഉറക്ക ചൊല്ലട്ടെ? ഇല്ല, ഉറക്കത്ത് തന്നെ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. രേണുകേ, രേണുകേ, നാം രണ്ടു നിഴലുകൾ, ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ. പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി.
നിറയുന്നു നീ എന്നിൽ, നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർത്തുള്ളി പോലെ. ഭ്രമമാണു പ്രണയം, വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം. സന്ധ്യയും മഞ്ഞു നിഴൽ മങ്ങി നോവിന്റെ മുഖ അന്ധകാരം കനക്കും നരാവതിൽ, മുന്നിൽ രൂപങ്ങൾ ഇല്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി. പകലു പറ്റി കടന്നുപോയി കാലവും, പ്രണയമുറ്റി ചിരിപ്പുരൗദ്രങ്ങളും, പുറകിലാരോ വിളിച്ചതായി തോന്നിയോ, പ്രണയം അരുതെന്നുരച്ചതായി തോന്നിയോ, പ്രണയം അരുതെന്നുരച്ചതായി തോന്നിയോ. ദുരിതമോഹങ്ങൾക്കു മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പമാത്രയിൽ, ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിന്റെ മധുരം മിഴിപ്പൂ നനച്ചുവോ രേണുകേ. രേണുകേ നീ രാഗരേണു, കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു. പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ എന്നാണ് ആ കവിത. ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു കവിതയാണിത്. ഒരിക്കല് ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിച്ചു, ഒരു 20 വർഷത്തിന് മുമ്പ്. ഹലോ, ഇന്ന ആളല്ലേ, മുരുകൻ കാട്ടാക്കട അല്ലേ? ഞാൻ പറഞ്ഞ അതെ. അല്ല, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും തോന്നണ്ട, ഞാൻ ഒരു ഇൻക്വസ്റ്റിന്റെ ഭാഗമായി വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സാർ? അപ്പൊ പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങളുടെ രേണുക എന്ന കവിത നിങ്ങളുടേതാണോ? അതെ. ശരി, നിങ്ങൾക്ക് ഞാൻ ഒരു നമ്പർ പറഞ്ഞാൽ ആ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നതാണോ? ഒരു നമ്പർ അദ്ദേഹം എഴുതി തന്നു, ഫോൺ നമ്പർ. അപ്പൊ ഞാനത് നോക്കുമ്പോൾ ഇല്ല, എനിക്ക് യാതൊരു തരത്തിൽ അറിവില്ലാത്ത ഒരു നമ്പറാണ് സാർ എന്ന് പറഞ്ഞു. ആ സാറല്ല, ഒരു ഇൻക്വസ്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാർ സത്യത്തിൽ എന്താ? അപ്പൊ പറഞ്ഞത്, ഒരു ട്രഷറിയിൽ 2 കോൺസ്റ്റബിൾമാർ, ചെറുപ്പക്കാരായ 2 കോൺസ്റ്റബിൾമാർ, പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ള സംഭവം തന്നെയാണ്. അവര് ഒരു അഗാധ സുഹൃത്തുക്കളായിരുന്നു. അവര് ആത്മഹത്യ ചെയ്തു. ട്രഷറി ഡ്യൂട്ടി, രാത്രി ഡ്യൂട്ടി, ട്രഷറിയിലാണ് ഡ്യൂട്ടി. അവിടെ അന്ന് ഒരു ദിവസം അവർ രണ്ടാളും ജീവൻ ഒടുക്കി. അപ്പൊ ജീവൻ ഒടുക്കി കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഈ മൊബൈൽ ഫോണിൽ അവർ അവസാനമായി വിളിക്കുന്നത് നിങ്ങളെയാണ്. പിന്നെ മാത്രമല്ല, അതിലിങ്ങനെ ടച്ച് ചെയ്തപ്പോൾ ഓണാക്കി ടച്ച് ചെയ്യ ഒരു ഒരു വീഡിയോ, ഒരു ഓഡിയോ പ്ലേ ചെയ്യുകയാണ്. ഡിസ്കണക്ട് ആയി, എന്തോ ഒരു കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട് അവിടെ. ലോഗോ ഫയൽ
എന്റെയും സാറേ. നോക്കാം, വരുമായിരിക്കും. ഹലോ സാർ, ഞാൻ വേറൊരു മൊബൈലിൽ നിന്ന് കയറി. എന്റെ മൊബൈലിന് എന്തോ ഒരു തകരാറ് വന്നു. ഓക്കെ, കുഴപ്പമില്ല, കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. 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 റെഡിയാണ്. സാർ ഇൻക്വസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അതെ. അപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാന് അപ്പൊ എന്താണ് ചെയ്താൽ അവർ രണ്ടുപേരും ആ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കേട്ടിരുന്നത് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം തുടങ്ങുന്ന ആ വരികളായിരുന്നു. അവസാനിപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുന്നു. അപ്പൊ ഈ കുട്ടികള് ഒരുത്തന്റെ കല്യാണം, ഒരുത്തന്റെ വിവാഹം തീരുമാനിച്ചപ്പോൾ ഇവര് തമ്മില് പിന്നെ അങ്ങനെ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഒരുത്തന്റെ വിവാഹം പൂർണ്ണമായും നടക്കുമെന്ന് വന്നപ്പോഴാണ് ഒരു മരിക്കാൻ കാരണം. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ അനുഭവങ്ങളുള്ള ഒരു കവിതയാണ് പിന്നെ പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, ഇനി എനിക്കിവിടിരും ഒറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാ കിളി കൂട്ടുകാരി, ഇനി എൻ കരൾ കൂട്ടിൽ നിലവിന്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ കൂട്ടുകാരി, ഇനി എന്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണിവീണ മൂളുമോ പാട്ടുകാരി, നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കും നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി, കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ, കേൾക്കാമോ? ലാസ്റ്റ് ഒരു 90% പോയി. പോയല്ലേ. അപ്പൊ അത് കേൾക്കാൻ ആഗ്രഹിച്ചു. കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ, കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും
ചുറ്റുന്നു ജീവിത പുസ്തകത്താൾ. കാണാ കണക്കിൻ കളങ്ങളിൽ കണ്ണുനീർ പേനത്തലപ്പിൽ നിന്നൂർന്നു വീണു. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി? ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി? പ്രിയമുള്ള രാക്കിളി, പ്രിയമുള്ള രാക്കിളി, നീ നിന്റെ പാട്ടിലെ ചോദ്യം വിഷാദം പൊതിഞ്ഞു തന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെയും കണ്ണുനീരൊപ്പമാ പാഥേയമുണ്ണുന്നു ഞാൻ. അങ്ങനെ പോകുന്നൊരു കവിതയാണ്. എന്റെ ഇവിടെ നെറ്റിന് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, എന്നെ ക്ഷമിക്കണം. അപ്പോ ഈ കവിത എന്നെ ഒരുപാട് മുറിവേൽപ്പിച്ച കവിതയാണ്. അത് ഈ പട്ടാമ്പിയിൽ നിന്ന് നിരന്തരമായി ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിക്കുമായിരുന്നു. അവൻ കവിതയെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. മദ്യപിച്ചിട്ടുണ്ടാവും വിളിക്കുമ്പോഴെല്ലാം. രാത്രിയാണ്. ഞാൻ സാധാരണ പലപ്പോഴും കട്ട് ചെയ്യും, പക്ഷെ ഇവൻ കവിതയെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. എന്റെ കവിത മാത്രമല്ല, മറ്റു പലരുടെയും കവിതകൾ അവൻ ഉറക്കെ ചൊല്ലും. പിന്നെ അവൻ പിന്നെ ചുള്ളിക്കാടിന്റെ കവിത പൂർണ്ണമായിട്ട് അറിയാം, എന്റെ കവിത അറിയാം. അവർക്ക് നിരന്തരമായി വിളിക്കും. 2 വർഷത്തോളം ഞങ്ങൾ അങ്ങനെ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളി വിളിക്കാറ് ആയി. കുറച്ച് ദിവസം കുറേ ദിവസം വിളിക്കാതിരുന്നിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മാഷേ ഞാനേ ഇപ്പൊ ഒരു ചെറിയ കാര്യം പറയാനാണേ. ഞാനൊരു പൈന്റ് റം വാങ്ങി. അപ്പോ അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് കുടിച്ചു ഇപ്പോൾ. എന്നിട്ട് ബാക്കി ഒരു അര ഗ്ലാസ്സില് ഞാൻ ഈ മദ്യം ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൽ ഫ്യൂരിഡാൻ എന്ന പിന്നെ വിഷം ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ എടുത്ത് കഴിക്കുന്നതിന് തൊട്ടും എനിക്ക് പെട്ടെന്ന് മാഷിനൊന്ന് വിളിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പൊ ഈവൻ എന്നോട് ഇത്രയും കാലം പെരുമാറുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ വെറുതെ പറയില്ല. അപ്പൊ ഞാൻ അവനെ പല രീതിയിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ. അവൻ ആശുപത്രിയിൽ പോയി, പനി വന്നു, ഡോക്ടറെ കണ്ടു, ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. ടെസ്റ്റ് നടത്തി. അവൻ ടെസ്റ്റിന്റെ പേരൊന്നും പറഞ്ഞില്ല. ആ ടെസ്റ്റ് അവൻ പോസിറ്റീവാണ്. പക്ഷെ ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്കൊരു സഹോദരിയുള്ള, അവളെ വിവാഹം നടക്കൂല, എന്റെ അമ്മയെ ആളുകൾ വേദനിപ്പിക്കും. അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാനിത് അങ്ങ് ചെയ്ത് കളയാമെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞു പുള്ളി. ഞാൻ പുള്ളിയെ പലരും എന്നിട്ട് അപ്പം പുള്ളി എന്നെ പാടി, ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി? അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്റെ വാക്കുകളെ കൂട്ടുപിടിക്കണ്ട. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി ഞാൻ എഴുതിയത് സന്തോഷിക്കുവാൻ വേണ്ടി ജീവിക്കണം എന്ന അർത്ഥത്തിലാണ്. നീ നിന്റെ പോരായ്മകളെ, അല്ലെങ്കിൽ നിന്റെ വീക്ക്നെസ്സിനെ, നിന്റെ ഇപ്പോഴത്തെ ഈ നിമിഷത്തെ ദൗർബല്യത്തിന് എന്റെ വാക്കുകളെ കൂട്ടുപിടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചിരിച്ചു. അവൻ വർത്തമാനം നിർത്തി. മാഷ് എങ്ങനെ പറയുള്ളൂ എന്നറിയാം. അപ്പൊ ശരി മാഷെ ബൈ എന്നൊരു കട്ട് ചെയ്തു. അപ്പൊ കട്ട് ചെയ്തിട്ട് ഞാൻ നിശബ്ദനായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വിളിക്കുമ്പോ പിന്നെ അവനെല്ലാം സിമ്മിനെല്ലാം ഒടിച്ച് കളഞ്ഞിട്ട് ഉണ്ടായിരിക്കാം. അങ്ങനെ സംഗതി പിന്നെ കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ചിലപ്പോ ചില വാക്കുകൾ, ചില വരികൾ നമ്മളെ ഇങ്ങനെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുക ചെയ്യും. അപ്പോ ഈ പിന്നെ സാറിന്റെ സിനിമാ ഗാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ എഴുതിയതിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട സിനിമാ ഗാനമാണ് പുലിമുരുകൻ എന്ന സിനിമയിലേക്ക് പാട്ട്. അതിൽ 4 പേര് പാടിക്കോട്ടെ സാറേ. ഓ പ്ലീസ്. മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ, വാവാവം പാടിയുറക്കാനില്ലിന്നമ്മയൻ പൊന്നേ, ചാരത്തെ നോവുതാരാട്ടിൽ നീയുറങ്ങാരോ, മാമുട്ടാനിങ്കും കൊണ്ടേ മാറുചൂരം എന്റെ ചെല്ലപ്പുള്ളേ, നെഞ്ചോരം പാടി ഉറക്കാനുള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ളേ, മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടങ്ങൾ മാവുറങ്ങാരോ, മാനത്തൂറാകിപ്പാറി കണ്ണെറിയും ചെമ്പരുന്തേ, വീഴല്ലേ നിന്റെ നിഴൽ എന്റെ കുഞ്ഞു കുഞ്ഞാറ്റകളൊറ്റക്കാണേ, മുത്തപ്പന്മാരെ തേവേ ചാവന്നെ തീണ്ടിച്ചതിച്ചേ, തായില്ലാത്തങ്കക്കൂടങ്ങളെ കാക്കണേ പോറ്റണേ മാരിയമ്മേ, പുഞ്ചിരിക്കു കണ്ണേ അമ്മയുണ്ടു മേലേ,
കണ്ണു ചിമ്മം താരകമായി ദൂരേ ഓ മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ വാവാവം പാടിയുറക്കാനില്ലിന്നമ്മയൻ പൊന്നേ ചാരത്തെ നോവുതാരാട്ടിൽ നീയുറങ്ങാരോ. അങ്ങനെ പോകുന്നതാണ് പാട്ട്. ഇനി ഏതെങ്കിലും കവിത താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? കന്നഡ. കന്നഡയാണ് മൂത്തയാള്. കന്നഡ എഴുതുന്ന അതേ കാലത്ത് എഴുതിയ വേറൊരു കവിതയാണ് ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്ന കവിത. അതും ഇതുപോലെ ഒരു ഒരു ജീവിത സാഹചര്യമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് പത്മതീർത്ഥ കുളത്തിൽ, നമുക്കൊക്കെ ഓർമ്മ കാണും, ഒരു 10-20 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് പത്മതീർത്ഥ കുളത്തിൽ കുളം കാവൽക്കാരനെ ഒരു മാനസിക വിഭ്രാന്തി പിടിപെട്ട ചെറുപ്പക്കാരൻ മുക്കിക്കൊന്നു. ഓർമ്മയുണ്ടാവും അല്ലേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ ആ സംഭവം നടക്കുമ്പോൾ കേരളത്തിൽ ഈ മൊബൈൽ ഫോൺ വന്നിട്ടില്ല. അപ്പോ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ വെറുതെ ചാനൽ ഇങ്ങനെ വെച്ച് നോക്കും, വെറുതെ ന്യൂസ് കേൾക്കാൻ വേണ്ടി, പെട്ടെന്നൊരു ചെറുതായിട്ട് കേട്ടിട്ട് പോകാൻ വേണ്ടി. അപ്പോ സൂര്യ ടി വിയിൽ, അന്ന് സൂര്യ ടി വി ഏഷ്യാനെറ്റ് ടി വിയേ ഉള്ളൂ, ഏഷ്യാനെറ്റേ ഉള്ളൂ, അവരിൽ തന്നെ പിന്നെ വാർത്തയെല്ലാം ഉള്ളൂ, അല്ല ന്യൂസ് ചാനലൊന്നും ഇല്ല. അപ്പൊ സൂര്യ ടി വി വാർത്ത നടക്കുന്നു. അപ്പൊ വാർത്തയിൽ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു കാര്യം ഞാൻ നോക്കുമ്പോൾ അതിൽ കാണുന്നത്, തിരുവനന്തപുരത്തെ പത്മതീർത്ഥ കുളത്തിൽ കുളം കാവൽക്കാരനും മാനസിക രോഗിയായ ഒരു ചെറുപ്പക്കാരനും തമ്മിൽ കലഹിക്കുന്നു എന്നാണ്. അപ്പൊ ആകാംക്ഷ കൊണ്ട് നമ്മളിങ്ങനെ നോക്കൂല. അപ്പൊ ഇങ്ങനെ ലൈവ് കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് എന്ത് പറഞ്ഞാൽ പിന്നെ അപ്പൊ ഇയാള് ഒരുത്തം കൂടെ നീന്തുന്നുണ്ട്, ഇയാൾ ഇങ്ങനെ കൈയും കാലോട്ട് വിളിക്കുന്നുണ്ട്, ബഹളം വയ്ക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ പത്മതീർത്ഥ കുളം, അതിലിങ്ങനെ കമ്പി വേലിയാണുള്ളത് അതിന്റെ ചുറ്റും. അപ്പൊ അന്നത്തെ ബജാജ് സ്കൂട്ടറൊക്കെയാണ്, അതിനെ ഇങ്ങനെ ഓരോരുത്തരും ചവിട്ടുന്നു, ഇറങ്ങി എല്ലാവരും എത്തി നോക്കുന്നു. അപ്പൊ ഈ സ്ക്രോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്ക് പറയുന്നു തിരുവനന്തപുരത്തെ പത്മതീർത്ഥ കുളത്തിൽ കുളം കാവൽക്കാരനും കലഹിക്കുന്നു, അടുത്ത് കുളം കാവൽക്കാരനെ പിടിച്ച് തള്ളുന്നു. അതായത് ഇവൻ പെട്ടെന്ന് കൈ വലിച്ചെറ്റിങ് അയാളെ കൂടെ അങ്ങ് വെള്ളത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് മുക്കുന്നു, കൊല്ലുന്നു എന്നിങ്ങനെ സ്ക്രോൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ടീമിലെ ഒരു കൊച്ചു പയ്യൻ, ഈ ലൈറ്റ് ബോയ് എന്ന് പറയുന്ന ചെറു പയ്യൻ, ഒരു കലങ്കിൽ എടുത്ത് ഒറ്റ എറിഞ്ഞത് നല്ല ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പൊ ആ പിടിയൊന്ന് വിട്ടു കഴിഞ്ഞാൽ അയാൾ നീന്തിയും കയറുമായിരുന്നല്ലോ. പക്ഷേ അത് ചെയ്യാതെ ആ ദുരന്തം കൃത്യമായി ലൈവായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ക്യാമറ ടീം. ഇഷ്ടം പോലെ ആളുകൾ വന്ന് ഇത് കണ്ടുകൊണ്ട് താഴേക്ക് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരാളും അനങ്ങുന്നില്ല, വർത്തമാനം പറയുന്നു, കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ നിൽക്കുന്നു. കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. കുറെ കഴിയുമ്പോൾ നിശബ്ദനാകുന്ന ഒരു അനക്കവും ഇല്ല, അവൻ അവിടെ ഇവിടെയൊക്കെ നീന്തുന്നു കുറെ കൂടെ ദൂരെ. എന്നിട്ട് അവൻ തിരിച്ചു കയറി വരുമ്പോൾ ഈ നിന്നവരെല്ലാം കൂടെ അവനെ ഇടിക്കുന്നു. അപ്പം ഈ മനുഷ്യർ എത്രത്തോളം, നമ്മുടെയൊക്കെ മനസ്സ് മാറുന്നു, മനുഷ്യർ എത്രത്തോളം നിസ്സംഗരാകുന്നു. ഇന്നായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ലൈവായിട്ട് എല്ലാവരും ഫേസ്ബുക്കില് ഇങ്ങനെ ഇട്ടേനെ. അപ്പൊ അന്ന് അത് എനിക്കുണ്ടാക്കിയൊരു ദുഃഖമാണ് ആ കവിത. ഞാൻ ആ കവിതയിൽ രണ്ടുപേര് ചൊല്ലട്ടെ. ഞാൻ ചൊല്ലട്ടെ എന്ന് ഇടയ്ക്ക് ചോദിക്കാൻ കാരണം എനിക്ക് ഒരു വിശ്വാസമല്ല ഞാൻ ചൊല്ലുന്നത് നിങ്ങൾ കേൾക്കാമെന്ന്. ചൊല്ലട്ടെ സാർ? നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ആ. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. പത്മമില്ല, തീർത്ഥപുണ്യമില്ല, ജലം നിശ്ചലം വശ്യാങ്കിതൻ ജഡം പോൽ, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ, മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചിപുത്രന്റെ പിൻപറ്റിയോൻ. താഴെ കുളത്തിൽ
മന്ദിരത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ. മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചി പുത്രന്റെ പിൻപറ്റിയോൻ. ചാരേ ഒരാൾ നിൽപ്പു ഏറെ കൃശഗാത്രൻ, ഭീതിയോടെങ്കിലും യാചിപ്പു സോദര ഓരോ വഴുക്കും പടികൾ കേറി. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നു, തന്നിലേക്ക് എറ്റി വീഴ്ത്തുന്നു ബലിഷ്ഠകായൻ. ഇറ്റുനേരം കൊണ്ടു ചേറ്റിലേക്കാഴ്ത്തി തന്നഗ്നപാദത്താൽ ചവിട്ടി നിന്നു. പച്ചജീവൻ കാൽച്ചുവട്ടിൽ പിടയ്ക്കുമ്പോൾ നിഷ്കളങ്കൻ ഭ്രാന്തചിത്തൻ ചിരിക്കുന്നു. പച്ചജീവൻ കാൽച്ചുവട്ടിൽ പിടയ്ക്കുമ്പോൾ നിഷ്കളങ്കൻ ഭ്രാന്തചിത്തൻ ചിരിക്കുന്നു. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. തൊടിയിലായി ഓടിക്കളിക്കുന്ന പൈതലെ, തൊടിയിലായി ഓടിക്കളിക്കുന്ന പൈതലെ, പടിയിലായി കൺപാർത്തിരിക്കുന്ന പത്നിയെ, പാതിയിൽ നിർത്തിയ ജന്മകർമ്മങ്ങളെ പാടെ മറന്നുച്ഛസിക്കാൻ മാത്ര കിട്ടാതെ ചേറിൽ പുതഞ്ഞു പാഴ്ജന്മം പൊലിഞ്ഞു പോയി. കത്തിച്ചൊലിക്കാതെ സൂര്യൻ കരിമ്പട്ടു ചുറ്റി പതുങ്ങി ഒളിഞ്ഞു നിൽപ്പു. ഇത്തിൾ മരത്തിന്റെ കൊമ്പിൽ ബലിക്കാക്ക വറ്റുകൾ തേടി പറന്നിറങ്ങി. രാജപ്രതാപം മറന്ന മേത്തൻമണി വാതുറന്നൊച്ചയുണ്ടാക്കാതെ പൂട്ടി. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. ആരോ പറയുന്നുണ്ടെന്തു ഭാഗ്യം, ലൈവ് കാണുവാനൊത്തതിന്നെന്റെ ഭാഗ്യം. എത്ര നേരം കുമിള പൊന്തുമെന്നെണ്ണുവാൻ കുട്ടികൾ മാത്സര്യമേറ്റിടുന്നു. കോളപ്പരസ്യത്തിനൊപ്പം ആ പ്രേക്ഷകർ കോരിത്തരിക്കുമീ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. നിശബ്ദരായി കാഴ്ച കാണുവാൻ കൽപ്പിച്ചു നിൽക്കുന്നു നിശ്ചലം നിയമപാലർ. ഫയർഫോഴ്സ് വണ്ടിയിൽ അക്ഷമരായി രണ്ടു രക്ഷകർ തമ്മിൽ പിറുപിറുത്തു. ചാവാതിറങ്ങുവാൻ നിയമമില്ലെന്ന് എത്ര നേരമായി കാത്തിരിപ്പാണ് നാശം. നിശബ്ദനായി ഭ്രാന്തചിത്തൻ കരയേറി, നിശബ്ദനായി ഭ്രാന്തചിത്തൻ കരയേറി. നിശ്ചലം നിന്നോർ മടക്കമായി കത്താ കരിന്തിരിയായി നമ്മിൽ നന്മകൾ കല്ലുകൊത്തി പണിഞ്ഞു മനസ്സു നമ്മിൽ. ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു നിസ്വരായി നിസ്സംഗരായി. ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു നിസ്വരായി നിസ്സംഗരായി എന്നാണ് ആ കവിത. അപ്പം ഇതിനകത്ത് അടുത്ത ദിവസം പത്രത്തിൽ ഞാൻ വായിച്ചപ്പോ അതിൽ കണ്ട ഒരു കാര്യമാണ് അവസാനം ഞാൻ എഴുതിയത്. ഫയർഫോഴ്സിന്റെ ഒരു വണ്ടി വന്ന് അവിടെ കിടന്നു. അപ്പൊ പത്രക്കാരായ അവസാനം ഇവരോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ നേരത്തെ വന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇറങ്ങാത്തത്? ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് എടുക്കാനാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന്. അത് ഡെഡ് ബോഡി ആയില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ് അവര്. ഡെഡ് ബോഡി പിന്നെ പത്മതീർത്ഥ കുളത്തിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട്, എടുക്കാനാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഓർഡർ കിട്ടിയത്. ഞങ്ങൾ വരുന്നു, പക്ഷെ ഡെഡ് ബോഡി ആയിട്ടില്ല. അതാണ്, അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് അതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, നമ്മള് മനുഷ്യർ വരുന്ന മാറ്റം. അതാണ് ആ കവിത. അപ്പൊ വലിയ സന്തോഷം. ഇത്രയും സമയം നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. തീർക്കാനായിട്ടില്ല. ഞാൻ കന്നഡ എന്തായാലും കുറെ നാല് ചൊല്ലാം. എന്തോ സൂര്യകാന്തി നോവ് ഡോക്ടർ ആശ ചോദിച്ചിട്ടുണ്ട്. കന്നഡ വേണം, പിന്നെ സൂര്യകാന്തി നോവ് പെൺമക്കളെ കുറിച്ചുള്ള സൂര്യകാന്തി നോവ് പെൺമക്കളെ കുറിച്ചുള്ളതാണ്. എല്ലാവരും ഇല്ല. പാതി വിരിഞ്ഞോരു പൂമുട്ട്
കേട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും പൊഴിഞ്ഞു പോയി. സൂര്യകാന്തിപ്പൂവ് ഞാനിന്നും എൻ്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേകയായി. പേടിപ്പെടുത്തുന്ന മൂളലായിന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. പെണ്ണ് പിഴച്ചതാണില്ല അവൾക്കില്ല മാനാഭിമാനങ്ങൾ, മാനനഷ്ടം. പന്നിയെപ്പോലെ മുരളുന്നു ചെന്നായ, പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു, ഛർദിൽ മണക്കും പ്രഭാത സദ്യ. ഞാൻ ചൊല്ലിയാൽ ഇങ്ങനെ ഉറക്ക ചൊല്ലും. അപ്പുറത്തെ വീടുകളിലൊക്കെ ഉറക്കമായി. അപ്പൊ അവരിവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ എന്ന് ഓടിത്തള്ളി വരുമെന്ന് പേടിയിലാണ് ഞാൻ അത് ചൊല്ലാത്തത്. കണ്ണട എന്ന കവിത. അതുപോലെ സാർ, ഈ സൂര്യകാന്തി നോവിനെ തുടർന്ന് കനൽപ്പൊട്ട് എന്നൊരു കവിത എഴുതുന്നു പെൺമക്കളെ കുറിച്ച്. കനൽപ്പൊട്ട്, അതായത് ഈ സ്ത്രീധനത്തെ കുറിച്ചുള്ളതാണത്. ഇപ്പോഴും നമ്മളെ മക്കള് ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ മരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ചും സ്ത്രീ ശക്തിയെ കുറിച്ച് എഴുതിയ കവിതയാണ് ഈ കനൽപ്പൊട്ട് എന്ന കവിത. അപ്പൊ ഈ കനൽപ്പൊട്ട് എന്ന കവിത എഴുതുന്നതിന് വേറെ ഒരു കാരണമുണ്ട്. അതായത് ഇക്ബാൽ സാറിന് അറിയാം, ആരാണ് എന്ന് എനിക്കറിയില്ല. പ്രണയത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്. അതിങ്ങനെയാണ്: പണ്ട് ദൈവം മനുഷ്യനെ ആണായോ പെണ്ണായോ അല്ല ആദ്യം സൃഷ്ടിച്ചതത്രേ. പണ്ട് ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചത് ഉഭയലിംഗ ജീവിയായിട്ടാണ് അത്രേ. അങ്ങനെ ഉഭയലിംഗ ജീവിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ബലവാനായി അവന്റെ മേധാശക്തി കൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം കണ്ടെത്തി കീഴടക്കാൻ തുടങ്ങിയത്രേ. ദൈവം പേടിച്ചു പോയി. ഇങ്ങനെ പോവുകയാണെങ്കിൽ തൻ്റെ ഈ സൃഷ്ടി തന്നെ അടിമയാക്കും എന്ന് ദൈവം പേടിച്ചു പോയത്രേ. അപ്പൊ ദൈവം പെട്ടെന്ന് ഈ മനുഷ്യൻ എന്ന ഉഭയലിംഗ ജീവിയെ തിരിച്ചു പിടിച്ച് രണ്ടായി പകുത്തു അത്രേ. അങ്ങനെ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഒരു പകുതി അടർന്നു പോയിട്ടുണ്ടത്രേ. ആ പകുതിയെ ആ പകുതിയെ കണ്ടെത്താനുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ പേരാണത്രേ പ്രണയം. നമ്മളിൽ നിന്ന് കൃത്യമായും അടർന്നു പോയ ആ 50% കണ്ടെത്താൻ നമ്മൾ ഒരു കാലത്ത് ഒരു ജീവിതത്തിൽ നടത്തുന്ന അന്വേഷണം, അതിന്റെ പേര് പ്രണയം എന്നാണ്. എത്ര മനോഹരമാണ് അത്. അപ്പൊ ആ 50% ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാരും കണ്ടെത്തിയോ? എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടെത്തിയില്ല. സത്യസന്ധര ആണെങ്കിൽ ഉള്ളതുപോലെ പറയാം. 50% കണ്ടെത്തിയവരും കാണും അല്ലേ? 15% കണ്ടെത്തിയവർ കാണും. 100% കണ്ടെത്തിയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കോ. ലോകത്ത് ഏറ്റവും വലിയ കള്ളനെ കണ്ടുപിടിക്കാനാണ് അല്ലേ? ചില ആളുകൾ കണ്ടെത്തി കാണും. ഒരാളിൽ 5%, വേറൊരാളിൽ ഒരു 15%, മറ്റൊരാളിൽ ഒരു 30%, അങ്ങനെയെല്ലാം കൂടെ ചേർത്താൽ ഒരു 100% കണ്ടെത്തിയവരും കാണും. ഇതുവരെയും അങ്ങനെ 100% കണ്ടെത്തിയവരുണ്ട് ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന കാലത്ത്, അത്ര സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകുന്ന കാലത്ത്, പിന്നെ ഈ മനുഷ്യന്റെ മുന്നിൽ ഈ ഒരു പ്രപഞ്ച രഹസ്യങ്ങളും ഉണ്ടാകാത്തത്ര ബലവാനായി മനുഷ്യൻ മാറും എന്നാണ്. അങ്ങനെ അത് കൃത്യം 50-50 കണ്ടെത്തപ്പെടുന്ന കാലത്ത്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാവട്ടെ. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടി മ്യൂട്ടായിപ്പോയി. വാങ്ങി നമ്മളാടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം.
നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യമാദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിൻ നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിൻ നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. പേടിയാണവന് പെണ്ണിന് പ്രപഞ്ചശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയില്ലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യത്താഴടച്ചു ദേവതയാക്കി. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യത്താഴടച്ചു ദേവതയാക്കി. വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാൻ അടുപ്പുകൊള്ളിയല്ല പെണ്ണവൾ. എരിഞ്ഞു തീരുവാൻ അടുപ്പുകൊള്ളി അല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ. കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ. അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ. ഓർത്തുവയ്ക്ക നീ അവൾക്ക് പാതി മാത്രമാണ് അതിന്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭകം. ഓർത്തുവയ്ക്ക നീ അവൾക്ക് പാതി മാത്രമാണ് അതിന്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭകം. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. ആരും ആരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാം ഇതേ വരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാം ഇതേ വരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും. അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യർ ഇത്രമേലുദാത്തമോ
പ്രപഞ്ച സൃഷ്ടിയിൽ എന്നാണ് കഥ. അടുത്ത കന്നഡയാവാം. ഓ കന്നഡ. കന്നഡ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറ കൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ പൊട്ടിയതാലി ചരടുകൾ കാണാം, പൊട്ടിയതാലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കാണാം. പൊട്ടിയതാലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചുകരങ്ങൾ കാണാം. അരികിൽ ശീമക്കാറിനുള്ളിൽ സുഖശീതളമൃതുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽ നുണമതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. തിണ്ണയിൽ 50 കാശിൻ പെൻഷൻ തെണ്ടി 1000 ആളെ കാണാം. കൊടിപാറും ചെറുകാറിൽ ഒരാൾ പരിവാരങ്ങളുമായി പായ്വതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കിളിനാദം ഗതകാലം കനവിൽ നുണയും മൊട്ട കുന്നുകൾ കാണാം. കുത്തിപ്പായാൻ മോഹിക്കും പുഴവറ്റി വരണ്ടു കിടപ്പതു കാണാം. പുഴവറ്റി വരണ്ടു കിടപ്പതു കാണാം. വിളയില്ല തവളപ്പാടില്ല കൂറ്റൻ കുഴികൾ കുപ്പത്തറകൾ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം.
ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലേറി കുരിശേറ്റം. വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെക്കിട്ടടി വെടിയുണ്ട. ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലറി കുരിശേറ്റം. വേറൊരാൾ ഒരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. കൊത്തിയുടക്കുക തിമിരക്കാഴ്ചകൾ സ്ഫടിക സരിതം പോലെ സുഹൃതം കാടു കരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലി തറ കാണും വരെ നാം കൊത്തി ഉടയ്ക്കുക കാഴ്ചകൾ ഇടയൻ മുട്ടി വിളിക്കും കാലം കാക്കുക. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വീണം. സൂമായതുകൊണ്ട് കൈയടിക്കാൻ പറ്റുന്നില്ലല്ലേ അത്? സന്തോഷം, താങ്ക് യു. പിന്നെ നമുക്ക് ഒരവസരത്തിൽ വീണ്ടും ഇരിക്കാം. വലിയ സന്തോഷം. നിങ്ങളുടെ ഈ സന്തോഷകരമായ ആരോഗ്യകരമായ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇനിയൊന്ന് തിരികെ നടക്കണം കൂടി 4 വരി പാടണം. അത് എന്റെ കവിത അല്ല സർ, ഇരുളൻ അതെന്റെ അല്ല. എന്താണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെ നല്ലൊരു കവിതയാണ്. പക്ഷെ എനിക്കത് കാണാതെ അറിഞ്ഞും കൂടാ. എന്റെ കവിത അല്ല. ഇരുളൻ മഹാനിദ്ര അതും എന്റേതല്ല. അത് മധുസൂദൻ സാറിന്റെ ആണ്. ഓക്കെ. അത് വിമർശനം സാറിന്റെ ആണ്. ഞാനേ മറ്റുള്ളവരുടെ കവിത പരമാവധി പഠിക്കാതിരിക്കാൻ ശ്രമിക്കും. അതെല്ലാം പേരിലാണ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അത് രണ്ടും എന്റെ കവിതയല്ല, രണ്ടും എന്റെ അല്ല. നീ അടുത്തുണ്ടായിരുന്ന കാലം, അത് എന്റെ കവിതയാണ്. നീ അടുത്തുണ്ടായിരുന്ന കാലം, ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ, നീ അടുത്തില്ലാതിരുന്ന കാലം, ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ, സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം, എന്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ, നീ അടുത്തുണ്ടായിരുന്ന കാലം. കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം പെയ്ത ബാല്യകാലം. കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം പെയ്ത ബാല്യകാലം. എന്തിനു നീ എന്നെ എന്നു നീ നോട്ടത്തിലൂടെ പറഞ്ഞ കാലം. നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം. നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം. മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം. മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നോക്കി നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം. നീ കാണുവാനായി മരം കേറി കൊമ്പത്തെ നീറിന്റെ കൂടൊന്നുലഞ്ഞ കാലം. നിൽക്കാൻ ഇരിക്കാൻ കഴിഞ്ഞിടാതമ്മേ എന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം. അക്കാലമാണ് ഞാൻ ഉണ്ടായിരുന്നതെന്നിക്കാലമത്രേ തിരിച്ചറിഞ്ഞു. അക്കാലമാണു ഞാൻ ഉണ്ടായിരുന്നതെന്നിക്കാലമത്രേ തിരിച്ചറിഞ്ഞു. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം.
നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ട പ്രണയത്തിനോർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ? മഴ പെയ്തു തോർന്നതിൻ ശേഷമൊരു ചെറുകാറ്റ് കവിളിൽ തലോടും തണുപ്പു പോലെ. നഷ്ടപ്രണയത്തിനോർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ എന്നാണ്. അപ്പോ കൊച്ചുകാലത്തെ പ്രണയമാണ്, കുട്ടിക്കാലത്തെ പ്രണയം. നീ കാണുവാനായി മരം കയറി കൊമ്പത്തെ നീറിന്റെ കൂടൊന്നു ഉലഞ്ഞ കാലം. അങ്ങനെ അനുഭവമുള്ളവർക്ക് അറിയാം എവിടെയെല്ലാം കടിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിൽക്കാനിരിക്കാൻ കഴിഞ്ഞിടാതെ അമ്മേ എന്നുള്ളിൽ കരഞ്ഞു ചിരിച്ച കാലം. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിന് നഷ്ടം എന്താണെന്നത് ഓർക്കില്ല നാം. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. താങ്ക് യു. ഇക്ബാൽ സാർ. മുരുകൻ ഒരു കാലത്തെ പ്രത്യേകിച്ച് ഓ സർ. കടമിനിട്ട് തുടങ്ങിയെന്ന് വേണേൽ പറയാം. നമ്മുടെ ഈ ചൊൽക്കാഴ്ചയൊക്കെ വലിയൊരു പ്രചാരം അതെ. കേരളത്തിൽ. ഇന്നിപ്പം അതുപോലെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. രണ്ടാമത് പുതിയ ആവിഷ്കാര രീതികൾ, പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ കൂടിയാണ്, എന്നാൽ പോലും ഇന്ന് പലയിടത്തായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഊരാളിയിലെ തന്നെ ബെന്നിയും കൂട്ടുകാരും ഒക്കെ ഈ ചാക്കാല പോലുള്ള പാട്ടുകൾ പുതിയ രീതിയിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റു ചില മ്യൂസിക് ഈ നമ്മുടെ KPSC നാടകഗാനങ്ങൾ തന്നെ റീഡു ചെയ്യുന്നുണ്ട്, വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്, പുതിയ രീതിയിൽ അതേ ഗാനങ്ങൾ തന്നെ. അപ്പൊ അത്തരത്തിലുള്ള പുതിയ സരണികളൊക്കെ വന്നതോടുകൂടി പഴയ ഈ ചൊൽക്കാഴ്ച രീതികൾക്ക് പഴയ പോലെ ഒരു സ്വീകാര്യത ഇപ്പൊ കിട്ടുന്നുണ്ടോ? മുരുകനുണ്ട്, ഞാൻ വ്യക്തിപരമായിട്ടല്ല, പൊതുവില് അത് പഴയ ഒരു സ്വീകാര്യത ഇല്ല സർ. അതിന് കാരണം നമ്മളിപ്പം പിന്നെ ഈ കാലത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഇപ്പം നമ്മളിപ്പം 1 ഡേ ക്രിക്കറ്റ് ആയിരുന്ന സ്ഥാനത്ത് ഇപ്പൊ 2020 ആയില്ലേ സർ. ആ ഒരു മാറ്റത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ കവിതയുടെ ആലാപനത്തിലോ പാട്ടിന്റെ കയറ്റിറക്കങ്ങളിലോ വന്നുകൊണ്ടിരിക്കുന്ന കാലാനുസൃത മാറ്റങ്ങളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം ഇന്ന് ഒരു സ്പീഡിന്റെ കാലമാണല്ലോ. അപ്പൊ പഴയതുപോലെ ഉള്ള ഒരു കാലമല്ല ഇന്ന്. വളരെ സ്പീഡി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്ന. പണ്ട് നമ്മളൊരു വിവാഹം വിളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ 6 മാസക്കാലം എടുക്കണമെങ്കിൽ ഇന്നൊരു ഫോൺ കോളിലൂടെ നമുക്ക് എത്രയെങ്കിലും സമയം നമുക്ക് ബാക്കി കിടക്കണം, മിച്ചം കിടക്കുകയാണ്. അപ്പൊ അതിലെല്ലാം നമ്മൾ അതിൻ്റെതായ മനുഷ്യന്റെ ഭൗതികമായ എല്ലാ പരമാവധി സംതൃപ്തി കണ്ടെത്താനുള്ള സ്പീഡിലുള്ള ഓട്ടമാണ്. അപ്പൊ കലകൾക്ക് ഒക്കെ ആ സ്പീഡ് കടന്നു വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സാങ്കേതികമായ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പുതിയ പിള്ളേരെല്ലാം പഴയ നമ്മളെ പാട്ടുകൾ എടുത്തിട്ട് അവരുടേതായ മ്യൂസിക്കിൽ മിക്സ് ചെയ്ത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് പുതിയ തലമുറയുടെ മക്കൾ ആസ്വദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവയെല്ലാം നിന്നു പോകും, ആ പാട്ടുകളെല്ലാം തൊലഞ്ഞു പോകും. ആ പാട്ടുകളെ അവരങ്ങനെ പുനരാവിഷ്കരിക്കുമ്പോൾ അവരുടെ ടേസ്റ്റും ഫ്ലേവറും കൂടെ ഇടകലർത്തിക്കൊണ്ട് അവരതിനെ പുനരാവിഷ്കരിക്കുമ്പോൾ അത് കാലാതിവർത്തിയായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ആ മാറ്റങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിത് ചെയ്യുന്നുണ്ട് സാറേ. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള പക്കമേളമൊക്കെ വെച്ച് ഡബ് പോയട്രി, അതായത് ബെഞ്ചമിൻ സഫയാനി എന്ന് പറയുന്ന എഴുത്തുകാരൻ പണ്ട് നീഗ്രോ ഈ ബ്രിട്ടീഷ് കവി ചെയ്തതൊരു മാതൃകയാണ്. ഗംഭീര എല്ലാ ആധുനിക സൗകര്യങ്ങളുടെയും സഹായത്തോടുകൂടി കവിതയെ കൊണ്ടാടുക. കവിതയ്ക്ക് ഏത് സ്റ്റേജിൽ കസേര ഉണ്ടെന്ന് കാണിക്കുക മലയാള കവിതയ്ക്ക്. അപ്പൊ സ്വാഭാവികം അതിന് നല്ല ഇത് വരുന്നുണ്ട്. അല്ല പഴയ രീതിയിലുള്ള പഴഞ്ചൻ ചൊൽക്കാഴ്ചയ്ക്കൊന്നും ഇനി ഒരിടത്തും ഒരു കാര്യമില്ല. ഇപ്പൊ നമുക്ക് കഥാപ്രസംഗം ആർക്കും വേണ്ടല്ലോ സാർ. കഥാപ്രസംഗം ഇതിനേക്കാളും ഗംഭീരമായ ഒരു മീഡിയമായിരുന്നല്ലോ. അതിന് നമുക്ക് ആർക്കെങ്കിലും അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സ്വാഭാവികമായ ആ മാറ്റമാണ് വരുന്നത്. ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാഷയെയും കവിതയെയും എങ്ങനെ നിലനിർത്താൻ കഴിയും എന്ന ചിന്തകൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. പുതിയ പിള്ളേരിലൊക്കെ ആ ചിന്താഗതി ധാരാളമായിട്ട് വരുന്നുണ്ട്.
അത് നമുക്ക് മൊത്തത്തിൽ ഗുണമാണോ ദോഷമാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. മൊത്തത്തിൽ നമ്മുടെ ഭാഷയെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രീതികളെയും നിലനിർത്താൻ അവർക്ക് ഒരു പ്രചോദനമാകാനും അവർക്ക് അതിനൊരു സ്പേസ് ഉണ്ടെന്ന് അവർക്ക് തോന്നാനും ഒക്കെ ഇടയാകുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഹിന്ദി പാട്ടുകൾ മാത്രം കേൾക്കും, അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് പാട്ടുകളും കൊറിയൻ സിനിമകളും കാണും. അവർക്ക് അവരുടേതും കൂടെയാണ് ഇതിനകത്ത് കിടക്കുന്ന കവിത, അല്ലെങ്കിൽ പഴയ പാട്ട എന്റേതും കൂടെയാണ്, എന്റെ കാമനകളെയും കൂടെ അത് ഉൾക്കൊള്ളുന്നുണ്ട്, അത് ഞാൻ കണ്ടെത്തുന്നു എന്ന രീതിയിൽ അവർക്ക് പുനരാവിഷ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ഭാഷ നാളെയും മറ്റന്നാളും നിലനിൽക്കുന്നതിന്റെ അടയാളം കൂടെ ആയിട്ടാണ് ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുന്നത് സർ. എനിക്ക് തോന്നുന്നു ഏകദേശം 10:30 മുരുകൻ സാറും ക്ഷീണിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കൂടുതൽ വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം, അത് കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ശ്രീകുമാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാനല്ല. ശരിക്കും എൻജോയ് ചെയ്തു. നല്ല പ്രോഗ്രാം ആയിരുന്നു. സാറിന്റെ കവിതകളും ചൊല്ലുന്ന രീതിയും അതിന്റെ സന്ദർഭങ്ങൾ വിശദീകരിച്ചുള്ള പ്രോഗ്രാം വളരെ വളരെ നന്നായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് അലോട്ട്. ഒരു പ്രശ്നത്തിൽ വീണ്ടും വീട്ടിൽ കൂടി കാണാം എന്ന പ്രതീക്ഷയോട്. താങ്ക് യു സർ, താങ്ക് യു. തീർച്ചയായിട്ടും കവിയെ നേരിട്ട് കാണുമ്പോൾ, നമസ്കാരം, കവിയെ നേരിട്ട് കാണുമ്പോൾ ഒരു അനുഭവം പറയാതിരിക്കാൻ വഴിയില്ല. കാരണം പ്രണയം ഒരു ഭ്രമമാണെന്നും അത് വാക്കുകൾ കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന കണ്ണാടി മാളികയാണെന്ന് കവി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. കണ്ണാടി മാളികയ്ക്ക് അകത്തുനിന്ന് പൊട്ടിക്കാം, പുറത്തൊന്നും പൊട്ടിക്കാം. പ്രണയത്തിന് എപ്പോഴും പ്രണയത്തിന്റെ തകർച്ചയിൽ അത് അകത്തുനിന്നുള്ളതാകാം, പുറത്തുനിന്നുള്ളതാകാം. ആ ഒരു ചിന്ത കൂടി മനസ്സിലേക്ക് കവി ഇട്ട് തന്നിട്ടുണ്ട്. വാക്കുകളും ഭ്രമങ്ങളും കൊണ്ടുണ്ടാക്കുന്ന കണ്ണാടി മാളിക പ്രണയം, അത് പുറത്തൊന്നും പൊട്ടാം, അകത്തൊന്നും പൊട്ടാം. നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗോപി സാർ എന്താ പറയാനുണ്ട്? എങ്ങനെയൊരു ഞാൻ കവിത നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ മുരുകൻ കാട്ടാക്കട എന്ന കവിയെ നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ പരിപാടി ശ്രീജൻ അവതരിപ്പിച്ച അതിയായ സന്തോഷമുണ്ട്. എന്റെ ഡിഫറൻറ്റ് ശരിക്കും ആസ്വദിച്ചു. എന്താ ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാം ഉണ്ടാവട്ടെ എന്ന് ഇനി ഭാവിയിലും. മുരുകൻ സാർ നമുക്ക് ഒന്നുകൂടി കൊണ്ടുവരാം. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മുരുകൻ സാർ വളരെ നന്ദി. ഈ വൈകിയ വേള നമ്മളോട് കൂടി ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ഒരാളപ്പുറത്തുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടിയിൽ നമ്മളോട് ജോയിൻ ചെയ്തതിനും എല്ലാവർക്കും വളരെ നല്ല ഒരു സായാഹ്നം സമ്മാനിച്ചതിനും സാറിനോട് അങ്ങേയറ്റം നന്ദി. വീണ്ടും ഒരിക്കൽ കൂടി ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ നമ്മുടെ RCCയിലെ പ്രൊഫസറായിട്ട് നമ്മുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ മധുമുരളി ഉണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ മധുമുരളി പ്ലീസ്. നമസ്കാരം സാർ. രാംലാൽ സാർ പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ ഗോപി സാർ പറഞ്ഞ പോലെ, കവിയെ നേരിട്ട് കാണാൻ സാധിക്കുക, സംവദിക്കാൻ സാധിക്കുക, അതിലുപരി അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹം തന്നെ ചൊല്ലി കേൾക്കുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. മാത്രമല്ല ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം വെച്ചാൽ, സാർ ഈ കവിതകളൊക്കെ തന്നെ പല വേദികളിൽ പല അവസരങ്ങളിൽ പാടിയിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇപ്പോഴും സാറ് പാടുമ്പോൾ കാണിക്കുന്ന കൈയുയർത്തുള്ള ആവേശമൊക്കെ വളരെ സ്പെഷ്യലായി തോന്നി. അപ്പം സാറിന്റെ കണ്ണാടി, രേണുക തുടങ്ങിയ എല്ലാ കവിതകളും യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ശ്രീജയൻ സാർ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രത്യേക പരിപാടി സാർ ഇത്ര വൈകിയ വേളയിൽ മറ്റൊരു പരിപാടി നിർത്തിവെച്ചിട്ട് ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇത്ര വൈകി 10:30 മുതൽ 48-50 പേരോളം കവിതകളെല്ലാം കേട്ടുകൊണ്ട് ആസ്വദിച്ച്, ചാറ്റ് ബോക്സ് കണ്ടാൽ ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ആസ്വദിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളുടെ ഒരു ഫോറത്തിൽ വന്നതിനും സാറിന്റെ കവിതകൾ ആലപിച്ച് ഞങ്ങൾക്ക് ഇന്നത്തെ വൈകുന്നേരം മെമ്മറബിൾ ആക്കി തന്നതിനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി 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 സാർ, എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. താങ്ക് യു സർ. ഇക്ബാൽ സർ, ശ്രീജയൻ സർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. സന്തോഷ് സർ, താങ്ക് യു. Thank you. Thank you very much. Good night. Good night.